സംസ്ഥാനവും മഴ ജാഗ്രതയിലാണ്. 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. പാലക്കാട് വാളയാർ അണക്കെട്ടിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ മഴ അധികം പെയ്യുന്നില്ല. ചെറിയ ചാറ്റൽ മഴ ചിലയിടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വടക്കൻ ജില്ലകളിൽ വൈകിട്ടോടുകൂടി മഴ കനക്കുമെന്നാണ് കെ രാജൻ അല്പസമയം മുൻപ് യോഗത്തിന് ശേഷം അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ വടക്കൻ ജില്ലകളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിലില്ലല്ലോ, അല്ലേ? ദേവിക, ഫിൻജാൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ട സമയം മുതൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകൾക്കായിരുന്നു കാര്യമായ അലേർട്ടുകൾ ഉണ്ടായിരുന്നതും ശക്തമായ മഴ ഉണ്ടായിരുന്നതും. പക്ഷേ ഈ മണിക്കൂറിലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വടക്കൻ കേരളത്തിൽ മഴ തീവ്രമാക്കുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ മനസ്സിലാകുന്നത്. വടക്കൻ കേരളത്തിലെ 5 ജില്ലകൾക്കാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട്, അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പുകളുള്ളത്. അല്പസമയം മുമ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും മന്ത്രി അറിയിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ഫിൻജാൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ തീവ്ര ന്യൂനമർദ്ദമായിരിക്കുകയാണ്. അതിനി ന്യൂനമർദ്ദമാകും. ന്യൂനമർദ്ദമായതിനു ശേഷം അത് അറബിക്കടലിലേക്ക് പോകുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ആ ഒരു സഞ്ചാരപാതയിൽ കേരളം ഉള്ളതുകൊണ്ട് തന്നെ വടക്കൻ കേരളമായിരിക്കും അതിൽ ഉണ്ടാവുക. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ അതിതീവ്ര മഴ ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ തുടരുമെന്നുള്ളത് മന്ത്രി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ചില ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്ക് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മന്ത്രി നിർദ്ദേശമായി നൽകുന്നത്. ഒപ്പം തന്നെ പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ പാലിക്കണം. ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ കാനനപാതയിലൂടെയുള്ള അയ്യപ്പന്മാരുടെ യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. കേന്ദ്ര സംഘം ഒപ്പം തന്നെ NDRFന്റെ സംഘം ഉൾപ്പെടെ സംസ്ഥാനത്ത് തുടരുകയാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളുടെ സ്ഥിതിഗതികൾ പ്രത്യേകമായി വിലയിരുത്തുന്നുണ്ട്. ജില്ലാ കളക്ടർമാർ പ്രത്യേകമായി യോഗം ചേർന്ന ഓരോ ജില്ലയിലെയും സാഹചര്യങ്ങൾ ഓരോ മണിക്കൂറിലും വിലയിരുത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക. അതേസമയം തന്നെ സർക്കാരിന്റെ സെൻട്രൽ കൺട്രോൾ റൂമുകളും ഒപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങളും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളിലേക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങളോ സഹായങ്ങളോ വേണമെങ്കിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാം എന്നുള്ളതാണ് മന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത തുടരണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി യോഗശേഷം മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി 1 മണിക്കാണ് മുന്നറിയിപ്പുകൾ മാറാൻ പോകുന്നത്. ആ മുന്നറിയിപ്പുകൾ മാറുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാഹചര്യവും സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. ദേവിക.